നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ച് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അമ്മ എന്ന താരസംഘടനയിലെ കൂട്ടരാജി അതുപോലും അമ്മയിൽ ഉള്ള അംഗങ്ങൾ തന്നെ അല്ലെങ്കിൽ അമ്മയിൽ ഉള്ളവർക്ക് തന്നെ ഒട്ടും അംഗീകരിക്കാൻ ആകാത്ത ദിവസങ്ങൾ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ സിനിമാ താരങ്ങൾ ആരും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പ്രതികരിക്കാൻ മുന്നിൽ വന്നിട്ടില്ല. വളരെ ചുരുക്കം ചില ആളുകൾ അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള ചില ആളുകൾ മൗനം പാലിച്ചപ്പോൾ യൂത്തിൽ നിന്നുള്ള യുവ താരങ്ങളിൽ നിന്നുള്ള കുറച്ചു പേർ മാത്രമാണ് മുന്നിട്ട് വന്നത്. എന്നാൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേയധികം പേരുണ്ട്. അവരൊക്കെ മൗനം പാലിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നാദൃശ പങ്കുവയ്ക്കുന്ന ഒരു പോസ്റ്റാണ് വൈറലായി മാറുന്നത്. ഈ ഒരു നിമിഷത്തിൽ വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് താരം പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൾ വിട പറഞ്ഞു എന്ന ദുഃഖവാർത്തയാണ് താരം പങ്കുവച്ചത്. എൻ്റെ പെങ്ങളുടെ മകൾ അലീന ഷമീർ വിട പറഞ്ഞു എന്നാണ് അദ്ദേഹം ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് കുറിച്ചത്. 24 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൾക്ക് തുല്യമായിട്ടുള്ള കുട്ടി തന്നെയാണ്. നാദൃശയുടെ ഏക സഹോദരിയായ ഷൈല ഷമീറിന്റെ മകളാണ് അലീന. വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലായിരുന്നു താമസം. ഖബറടക്കം ബുധനാഴ്ച 11-ന് ഇടപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. അതേസമയം നാദൃശ തൻ്റെ സിനിമാ തിരക്കുകളിലാണ് ഇപ്പോൾ. എന്നാലും ഈ ഒരു വീടിനെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു ദുഃഖവാർത്തയിലേക്ക് താരം വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഓടിയെത്തിയത്. നടൻ, സംവിധായകൻ, ഗാനരചയിതാവ്, ഗായകൻ എന്നീ നിലകളിലെല്ലാം മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരം കൂടിയാണ് നാദൃശ. 2015 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെയാണ് നാദൃശ സിനിമാ സംവിധായകനായി മാറുന്നത്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, നമിത പ്രമോദ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. ഈ ചിത്രത്തിലൂടെ ജനപ്രിയ സംവിധായകൻ എന്ന പേര് നാദൃശയ്ക്ക് ലഭിക്കുകയായിരുന്നു. അമർ അക്ബർ അന്തോണിക്ക് ശേഷം കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ചിത്രവും നാദൃശ സംവിധാനം ചെയ്തു. അമർ അക്ബർ അന്തോണിക്ക് വേണ്ടി തിരക്കഥ എഴുതിയ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജുമായിരുന്നു രണ്ടാമത്തെ ചിത്രമായ കട്ടപ്പനയിലെ ഋതിക് റോഷന് വേണ്ടി തിരക്കഥ എഴുതിയത്. ഈ ചിത്രം വൻ വിജയം നേടിയിരുന്നു. 2019 മേരാന ഷാജി എന്ന ചിത്രവും 2021 കേശു ഈ വീടിന്റെ നാഥൻ എന്ന ചിത്രവും നാദൃശ സംവിധാനം ചെയ്തിരുന്നു. ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ. ദിലീപും ഉർവശിയും ആദ്യമായി ജോഡിയായി അഭിനയിക്കുന്ന ചിത്രം എന്ന സവിശേഷതയും കേശു ഈ വീടിന്റെ നാഥൻ എന്ന ചിത്രത്തിനുണ്ടായിരുന്നു. നർമ്മത്തിന് പ്രാധാന്യം നൽകിയെത്തിയ ഫാമിലി എന്റർടൈനർ ചിത്രമായ കേശു ഈ വീടിന്റെ നാഥന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് ദേശീയ പുരസ്കാര ജേതാവായ സജീവ് പാഴൂറായിരുന്നു. സിനിമയ്ക്ക് അകത്തും പുറത്തും അടുത്ത സുഹൃത്തുക്കളാണ് ദിലീപ്, നാദൃശയും. മിമിക്രിയുമായി നടന്നിരുന്ന കാലം മുതൽക്കേയുള്ള കൂട്ടുകെട്ട് ഇപ്പോഴും ഇരുവർക്കും ഇടയിലുണ്ട്. അടുത്തിടെ ദിലീപ് സംവിധാനം ചെയ്യാൻ തന്നെ നിർബന്ധിച്ചതിനെ കുറിച്ചും നാദൃശ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. നിരവധി തവണ ദിലീപ് സിനിമ ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴും താൻ പറഞ്ഞത് അതിനുള്ള നല്ലൊരു തിരക്കഥയും സമയം വരുമെന്നാണ്. കുറേ നിർമ്മാതാക്കൾ തന്നെ സിനിമ ചെയ്യാൻ സമീപിച്ചിട്ടുണ്ടെന്നും നാദൃശ പറഞ്ഞു. എന്നാലും തൻ്റെ സിനിമാ കരിയറിലെ തിരക്കുകളിലൂടെയാണ് നാദൃശ പോകുന്നത്. ഇപ്പോൾ അമ്മയിൽ നിന്നും ഉണ്ടായ പൊട്ടിത്തെറി, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഉണ്ടായ ആ ഒരു പൊട്ടിത്തെറിക്കൊന്നും നാദൃശ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. മൗനം പാലിച്ച് തന്നെയാണ് നാദൃശയും ദിലീപും ഉൾപ്പെടെയുള്ള താരങ്ങൾ പോകുന്നത്. ഇനി അങ്ങോട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നറിയാനുള്ള ആകാംക്ഷകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയും ആരാധകരും, മലയാള സിനിമയുടെ ആരാധകരും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.